വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഊട്ടി വ്ളോഗാണ്. ഊട്ടിക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ? ഒരു ദിവസം കൊണ്ട് എന്തെല്ലാം കാണാമെന്ന് കണ്ടു വന്നാലോ? അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. രാവിലെ നമ്മൾ ഊട്ടിയിലെത്തി റെഡിയായി. ആദ്യം എത്തിയത് വെൻലോപ്പ് ഡൗൺസ് നേച്ചർ ട്രയലിലാണ്. ശരിക്കും ഇവിടെ അറിയപ്പെടുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഊട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഏതെങ്കിലുമൊക്കെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഷൂട്ടിംഗ് പ്ലേസിൽ നിന്ന് നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അടുത്ത ലൊക്കേഷനാണ് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. ഇവിടെ നമ്മൾ ഗ്രൂപ്പായിട്ട് വന്നതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ടാണ് കയറാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്റ്റിക്കർ തരും. ഒരു ശരാശരി മലയാളിക്ക് ചായ ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ? ആ ചായപ്പൊടി ഉണ്ടാകുന്ന വിവിധ ഘട്ടങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായ കിട്ടും കേട്ടോ. അതും നല്ല അടിപൊളി ചായ.
ശരിക്കും ഇത് നമ്മുടെ ഊട്ടിയുടെ ഒരു വൈഡ് വ്യൂ ആണ് കേട്ടോ. അടുക്കിയുള്ള വീടുകളും പാടങ്ങളും ഒക്കെ ആയിട്ട് ഒരു കൊച്ചു വലിയ ഊട്ടിപ്പട്ടണം. ഊട്ടി വന്നിട്ട് ഊട്ടിയിലേക്ക് പോവാതെ പോകാൻ പറ്റുമോ? അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഊട്ടി ലേക്കിലാണ്. അതായത് നമ്മുടെ ടൂർ ടീമിലുള്ള മിടുക്കി കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ്. അവർ മാത്രമല്ല, വേറൊരു ബോട്ടിലും കൂടി ഉണ്ട് നമ്മുടെ ആളുകൾ. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ബോട്ടിങ്ങിന് പോയത് കൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പോയില്ല. ആ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. വൈകുന്നേരം ആവും തോറും നല്ല തണുപ്പ് കൂടി വരെയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു ചോളം അങ്ങ് കഴിച്ചേക്കാന്ന്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ച് നമ്മുടെ ഊട്ടി ട്രിപ്പ് അവസാനിക്കുകയാണ്. ഊട്ടിയിൽ നമുക്ക് വൺ ഡേ കൊണ്ട് ഇത്രയും പ്ലേസസേ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഊട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ദിവസമായിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ ഊട്ടി നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഊട്ടി കാണാൻ മാത്രമല്ലല്ലോ, ഊട്ടി ഫീൽ ചെയ്യേണ്ട ഒന്നല്ലേ. നമുക്ക് പ്രിയപ്പെട്ട പല സിനിമകളുടെ ലൊക്കേഷൻ വരുന്നത് ഊട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മളത് ദിവസം എടുത്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമ്മുടെ നൃത്യങ്ങളിലേക്ക് കടക്കാം. ഒരു ട്രിപ്പ് പോകുമ്പോൾ എത്ര ദിവസം എന്നുള്ളതല്ലല്ലോ, നമ്മളതിനെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.